മിന്നും പൊന്നും കൂടെ നമ്മുടെ സിറ്റൗട്ടൊക്കെ ഒന്ന് വൃത്തിയാക്കാൻ പോകുന്നു. നമ്മുടെ സിറ്റൗട്ടിൽ 2-3 ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ ഇരിക്കുന്നു. അപ്പം അതൊക്കെ വയ്ക്കാൻ പോവാം. ഇവിടെയാണ് നമ്മൾ എന്താ ചെടികളൊക്കെ ആദ്യം വിത്തൊക്കെ പായി വയ്ക്കുന്നതും എല്ലാം നമ്മുടെ സിറ്റൗട്ടിലാണ്. അല്ലാതെ മഴ നനയാതെ വയ്ക്കാൻ സ്ഥലമില്ലാത്ത കാരണം ഇവിടെ എല്ലാം കൂടെ വാരി നിറച്ചിട്ടേക്ക് വരുന്നു. ഇത് വേണ്ട ഇതെല്ലാം വിത്തൊക്കെ മുളപ്പിക്കാൻ വെക്കുന്നതെല്ലാം ഇവിടെയാണ്. അല്ലാതെ എവിടെ വെച്ചാലും മഴ നനയും. അപ്പുറത്തെ സൈഡൊന്നും വെക്കാൻ പറ്റില്ല, കോഴിയുണ്ട്. അത് കാരണം എല്ലാ ചെടികളും കൊത്തിക്കൊണ്ട് നമ്മുടെ ചുവന്ന ചീര മാത്രം കൊത്തില്ല, ബാക്കി ഏത് കണ്ടാലും കൊത്തിക്കൊണ്ടുപോകും. അത് പച്ച ഇലകളെല്ലാം ഏത് കണ്ടാലും കൊത്തും. അപ്പോൾ നമ്മൾ ഇവിടെ 2 ചെടി ഇരിപ്പുണ്ട്. അതൊക്കെ മാറ്റിയിട്ട് വേഗം 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 തൂത്ത് തുടയ്ക്കണം കേട്ടാ. അതെ 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 ചെയ്യ് വേഗം ചെയ്യ്. ഇത്രയും വലിയ തുണി കൊണ്ടാണോ ഇന്ന് കാർത്തികയായിട്ട് വിളക്ക് കത്തിക്കാനായിട്ട് മക്കൾ വേണ്ട എല്ലാവരും തുടച്ചൊക്കെ ഇട്ട്. അവരോട് പറഞ്ഞില്ല കേട്ടോ കാർത്തികയാണെന്ന്. എനിക്ക് പറയും അമ്മ തുടച്ച അപ്പോഴ് തന്നെ വിളക്ക് കത്തിക്കണമെന്ന് പറഞ്ഞ് ബഹളം കാണിക്കും. ചെടിയൊക്കെ വയ്ക്കാനാണെന്ന് പറഞ്ഞ് അവരെ കൊണ്ട് അവർ തുടച്ച് അങ്ങനെയൊക്കെ ചെയ്ത് പഠിക്കട്ടെ കുട്ടികൾ. അവരാൽ പറ്റുന്നത് അവർ തുടച്ചതിന് ശേഷം ഞാനും ഒന്നുകൂടെ തുടച്ചു. എന്നാലും അവർക്ക് ചെയ്യാൻ പറ്റുന്നത് അവർ ഉത്സാഹത്തോടെ അവർ ചെയ്യട്ടെ. അപ്പം കാർത്തിക എന്ന് പറഞ്ഞില്ലായിരുന്നു. ഇനിയിപ്പോൾ വിളക്ക് കത്തിക്കുമ്പോഴാണ് കാണാൻ പോകുന്നത് കാർത്തികയാണെന്ന്. അങ്ങനെ വിളക്ക് കത്തിച്ചിട്ട് ചെടികളൊക്കെ വൃത്തിയാക്കിയിട്ട് ചെടികളൊക്കെ എടുത്തതാണ് റെഡിയാക്കിയൊക്കെ വെച്ചു. ഇതൊക്കെ ഇതാണ് കണ്ടോ, ഈ ചെറിയ പോട്ടൊക്കെ അവരുടേതാണ്, അവരുടെ സ്വന്തമാണ്, നമ്മൾ തൊടാൻ പാടില്ല അതിലൊന്നും. നമ്മുടെ കാർത്തിക ദീപമൊക്കെ കത്തിച്ചു. പക്ഷെ നല്ല മഴയായതുകൊണ്ട് മേളിലൊന്നും കത്തിച്ചില്ല, താഴെ മാത്രമേ കത്തിച്ചുള്ളൂ. അങ്ങനെ കാർത്തിക ദീപമൊക്കെ കത്തിച്ചിട്ട് ഇതാ കുറച്ച് കാച്ചിൽ ഇതാ ഇവിടെ തീറ്റയും തുടങ്ങി. കൊള്ളാമോ? ടേസ്റ്റ് ഉണ്ടോ? പണ്ട് കാലത്ത് ഇത് തന്നെ എപ്പോഴും കഴിക്കുന്നത്. കാച്ചിൽ കുറച്ച് ഇതാ നല്ല ചട്നി. എരിവില്ലേ പൊന്നു? എരിയില്ലേ? ഉണ്ട്. കുറച്ച് നമ്മുടെ നനകിഴങ്ങ്, കുറച്ച് ചീനിക്കിഴങ്ങ്, ഇത്രയൊക്കെ ഉള്ളു കേട്ടോ. ഇതൊക്കെ കഴിച്ചതാ അച്ഛനും മക്കളും കൂടെ അങ്ങനെ കഴിക്കാനും തുടങ്ങി.